നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി.ജെ. ജോസഫിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തങ്ങൾക്ക് 12 സീറ്റ് വേണമെന്നൊക്കെ വാശി പിടിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. ജോസഫിന് 12 സീറ്റൊന്നും കൊടുക്കാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ 2-3 സീറ്റ് നൽകാമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി 12 സീറ്റ് മേടിക്കാനുള്ള അല്ലെങ്കിൽ 10 സീറ്റെങ്കിലും മേടിക്കാനുള്ള ജോസഫിൻ്റെ തന്ത്രം പൊളിഞ്ഞു പാളീസായി. സൗകര്യമുണ്ടെങ്കിൽ മുന്നണിയിൽ നിന്നാൽ മതി, കിട്ടുന്ന സീറ്റും മേടിച്ച് പോയിക്കൊള്ളുക, അതല്ലെങ്കിൽ പുറത്താവുക എന്നുള്ള 2 ഓപ്ഷനാണ് കോൺഗ്രസ് നേതൃത്വം സാക്ഷാൽ പി.ജെ. ജോസഫിന് നൽകിയത്. പി.ജെ. ജോസഫിന് തൊടുപുഴ സീറ്റും മോൻസ് ജോസഫിൻ്റെ കടത്തുരുത്ത് സീറ്റും പിന്നെ 1-2 സീറ്റും കോട്ടയം ജില്ലയിലും ഈ പറയുന്ന എറണാകുളം ജില്ലയിലും ഓരോ സീറ്റും വേണമെങ്കിൽ നൽകാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജോസഫിന് തൃപ്തിപ്പെട്ടേ മതിയാകും. കാരണം കൂടുതൽ വാശിക്ക് അങ്ങോട്ട് കയറിയാൽ പഴയ നേതൃത്വമല്ല ഇപ്പോൾ കോൺഗ്രസും യു.ഡി.എഫും പിടിച്ച് പുറത്താക്കിയാൽ പിന്നെ യു.ഡി.എഫിൽ ചെല്ലാൻ അല്ലെങ്കിൽ യു.ഡി.എഫ് വിട്ട് എൽ.ഡി.എഫിൽ ചെല്ലാനൊന്നും പറ്റുകയില്ല. അവിടെ സാക്ഷാൽ ജോസ് കെ മാണി ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് സുരക്ഷിതനായി. ജോസ് കെ മാണി സുരക്ഷിതനായിരിക്കുന്നിടത്ത് പി.ജെ. ജോസഫ് കയറി ചെന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലിയ വീമ്പൊന്നും വിളക്കാതെ വേണമെങ്കിൽ 2-3-4 സീറ്റ്, പരമാവധി 4 സീറ്റ് വരെ മേടിച്ച് യു.ഡി.എഫിൽ ഇരുന്നോളൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പി.ജെ. ജോസഫിനോട് പറയുന്നത്. പി.ജെ. ജോസഫ് ഒന്ന് ആഞ്ഞു പിടിക്കുന്നുണ്ട് തനിക്ക് ഒരു 6 സീറ്റെങ്കിലും ലഭിക്കാൻ. കുട്ടനാട് പോലുള്ള സീറ്റും അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോലുള്ള സീറ്റും കോതമംഗലം പോലുള്ള സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞു. ആ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്താൽ പുഷ്പം പോലെ ജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. എന്തിന് പി.ജെ. ജോസഫിന്റെ കയ്യിലിരിക്കുന്ന എല്ലാ സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുത്താലും ആ സീറ്റുകളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നും എന്തിനാണ് വെറുതെ ജോസഫിന് ആ സീറ്റ് കൊണ്ടേക്കടുത്ത് ആ സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ച് യു.ഡി.എഫിന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നില അത്രയും കുറയ്ക്കുന്നതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നത്. കാരണം ജോസഫിന് പലയിടത്ത് നിർത്താൻ സ്ഥാനാർത്ഥികളെ ഇല്ല. ജോസഫിന്റെ മകൻ തൊടുപുഴ കഴിഞ്ഞാൽ പിന്നെ മോൻസ് ജോസഫ് കടത്തുരുത്തിയിൽ കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ജോസഫിന് സ്ഥാനാർത്ഥികളെന്നാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ഷിബു തെക്കുംപുറം എന്നുള്ള ഒരു സ്ഥാനാർത്ഥി കോതമംഗലത്തുണ്ട്. അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെങ്കിലും അവിടെയുള്ള കോൺഗ്രസ്സുകാർ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പരമാവധി ഒരു 2-3 അല്ലെങ്കിൽ പരമാവധി 4 സീറ്റ് വരെ ജോസഫ് ഗ്രൂപ്പിന് നൽകാമെന്നും അതിൽ കൂടുതൽ ചോദിക്കേണ്ട എന്നും ചോദിക്കുകയാണെങ്കിൽ വലിയ വിപ്ലവവും കലാപവും നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നേരെ പുറത്തേക്ക് പോയിക്കൊള്ളൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് യു.ഡി.എഫ് നേതൃത്വം സാക്ഷാൽ പി.ജെ. ജോസഫിനോട് പറയുന്നത്. ജോസഫിന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. 2 സീറ്റ് കൊടുത്താലും യു.ഡി.എഫിൽ ജോസഫിന് നിൽക്കേണ്ടി വരും. കാരണം എൽ.ഡി.എഫ് ഒന്നും പഴയതുപോലെ ഇനി ജോസഫിനെ സ്വീകരിക്കില്ല. കാരണം ജോസഫിന്റെ പാർട്ടിയുടെ കാലം കഴിഞ്ഞുവെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കിട്ടുന്നതും മേടിച്ച് യു.ഡി.എഫിൽ തുടരുക എന്നതാണ് അഭികാമ്യമെന്ന് അദ്ദേഹത്തിനും അറിയാം. എന്നാലും ജോസഫ് ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കിയതാണ് തൻ്റെ ഒരു നിലനിൽപ്പ് ഇത്രയും, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു യു.ഡി.എഫിലെ തൻ്റെ ഒരു സ്പേസ് എന്തോരം വേണ്ടെന്ന് ആളുകളെ അല്ലെങ്കിൽ അണികളെ ബോധ്യപ്പെടുത്താനൊന്ന് ആഞ്ഞു പിടിച്ചു എന്ന് മാത്രം. പക്ഷേ പിടിച്ചാലും ഒന്നും കിട്ടില്ലെന്ന് ജോസഫിന് അറിയാം. കേവലം 3 സീറ്റ് അല്ലെങ്കിൽ 4 സീറ്റിനപ്പുറം പി.ജെ. ജോസഫിന് ലഭിക്കില്ല. അഥവാ ഇനി എന്തെങ്കിലും കലാപം ജോസഫ് ഉണ്ടാക്കിയാണെങ്കിൽ നേരെ ഇതാ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം പുറത്തേക്കുള്ള വാതിൽ കാണിച്ചു കൊടുക്കും.